അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, മറ്റ് ജ്യേഷ്ഠന്മാരെ, എൻ്റെ പെങ്ങന്മാരെ, അൽഹംദുലില്ലാ, ഈ കണ്ടിയിൽ കുടുംബത്തിൽ ജനിക്കുക എന്ന അപാരൊരു ഭാഗ്യമാണ്. ഞാൻ കിബിറൊന്നും പറയല്ല. പക്ഷേ അരീക്കോട്, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ നമ്മൾ പരിശോധിച്ച് നോക്കി, ഏതൊരു കുടുംബം നോക്കുകയാണെങ്കിലും നമ്മളെ കണ്ടിയിൽ കുടുംബത്തിന് ഒത്തൊരു കുടുംബം കാണാൻ പ്രയാസമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ച് ഒരു കുടുംബമാണ്. കാരണം പണ്ടൊക്കെ ഇവിടുന്ന് പള്ളിക്ക് പോലെ താത്തൂരായിരുന്നു. രാവിലെ പോവും, അസ്റാം മുടത്തും, പിന്നെ അത് കഴിഞ്ഞ് മുന്നൂരായി, പിന്നെ അത് കഴിഞ്ഞ് ചാത്തമംഗലായി. ചാത്തമംഗലം നമ്മളൊരു അമ്മായിയൊക്കെ മറോട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുള്ളാവൂരാവുന്ന സമയത്ത് വല്യാപ്പൻ മരിച്ച്, വല്യാപ്പനോടാണ് മറ ചെയ്തത്. നമ്മൾ ശരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അവിടെ പള്ളിക്ക് പണ്ട് കാലത്തൊക്കെ രാവിലെ പള്ളിയിൽ പോയാൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോഴൊക്കെ ഒരു മുസല്ലാടിടും, അത് സ്ഥാനം പിടിക്കല. അങ്ങനെ എൻ്റെ ഉപ്പ മൂത്രമൊഴിക്കാൻ പോയപ്പോൾ ആ മുണ്ട് ഈയക്കണ്ടി ഔദായി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല പുറത്തു കൊടുക്കണം, അത് മാറ്റി. അപ്പോൾ വലിയ പ്രശ്നമായി. ഇവിടെ നിന്ന് മൂത്താപ്പ എന്നെന്തോ ഒരു കേസിന് പോയി. വലിയ മൂത്താപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ കാക്കാക്ക് സ്ഥിതി പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളി കുറ്റിയടിച്ച് പള്ളി പണി തുടങ്ങി. ഇവരൊക്കെ കൃഷിക്കാരാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്ത് പള്ളി പണി തുടങ്ങിയപ്പോൾ ഉച്ചമണി വരെ പണിയാക്കി. വാപ്പയും തച്ചിപ്പറമ്പ മുത്താപ്പി ശരിക്കും മനസ്സിലാക്കണം കാര്യങ്ങൾ. അങ്ങനെ ഇവർ രണ്ടാളും സ്വന്തമാണ് 5000-ഓളം കല്ല് ഈ തച്ചിലപ്പുറത്ത് നിന്ന് ഇവിടെ കടത്തിയത്. ഈ പണീൻ്റെ ഇടയിൽ ഉച്ചാവും പടിയാവും നിസ്കരിച്ച് ചോറുന്ന് പിന്നെ കല്ലെടുത്താൻ പോകും. വേറൊരു കല്ലാരെ കൊണ്ടും തൊടിപ്പിച്ചില്ല. അങ്ങനത്തെ ബാപ്പൻ്റെ മക്കളെ നമ്മൾ. അപ്പോൾ നമ്മളാരെങ്കിലും നമ്മളിടയിൽ കടന്നു കൂടിയിട്ട് നമ്മൾ ഐക്യം തകർക്കാൻ നോക്കിയാൽ കാര്യപ്പെട്ട ആൾക്കാരും സപ്പോർട്ട് ചെയ്യരുത്. നമുക്കാരും പേടിക്കേണ്ടിയില്ല. അങ്ങനത്തെ അന്ന് 5 പോരാ കണ്ടിയിലിൻ്റെ അത്. അപ്പോൾ വാപ്പമാർ നമുക്ക് 6 വീടുണ്ടെന്ന് പറയും. അതൊന്ന് പള്ളിയായിരുന്നു. ആ ഈ നമ്മളെ മഹല്ലത്തിൽ ശരിക്കും നമ്മളെ വീടിൻ്റെ കാര്യം കുറച്ചുകൂടി ഉഷാറായിട്ട് കൊണ്ടു തരുന്നില്ല. നമ്മളൊക്കെ അതിന് കുറ്റക്കാരാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മമാർ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി. അവരൊക്കെ ഖബർ അള്ളാഹു തആല സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. ചെറുതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാരിയായ മക്കളാണ് എല്ലാവർക്കും ബാക്കിയാകുക, അമാൻ ചെയ്ത അമലും അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഒരു സലാം പോകുമ്പോൾ വരുമ്പം പറയാൻ ആർക്കും ഒരു പ്രയാസമല്ല, ആരും അത് ചെയ്യാറില്ല. കുറഞ്ഞ ആൾക്കാർ 1-2 ആൾ, ബാക്കിയൊക്കെ എന്തെങ്കിലും തൊള്ളക്കുള്ളി പറഞ്ഞ് കയറി വരൂ, എന്തെങ്കിലും തൊള്ളക്കുള്ളി പറഞ്ഞ് ഇറങ്ങി വരും. അത് ശരിയല്ല. നിങ്ങളത് വിഷയം നോക്കി, ഞാനെന്ത് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ നിങ്ങളാരെന്ത് ചെയ്ത് നോക്കി, അല്ല മറ്റാളെന്തോ നമ്മൾ പള്ളിയിൽ പോയി എന്താ ചെയ്യുന്നത്? നിസ്കരിച്ചോണ്ട് ഒന്നും സ്വർഗത്തിൽ കിടക്കൂല. അവനാനെ തീറ്റി പോയിട്ട് ഇത്ര കഷ്ടപ്പെട്ട് നോക്കി ഉമ്മനെയും ബാപ്പനെയും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് എന്ത് ദീനാണ് ഇഷ്ടമാരെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒന്ന് സദ്ദാം ഹുസൈൻ സംഭവിക്കും. സദ്ദാം ഹുസൈൻ എന്താ സംഭവിച്ച കാര്യങ്ങൾ? അവൻ്റെ പട്ടാളക്കാരെ വിലക്ക് വാങ്ങിക്കുക അമേരിക്ക. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ വിലക്ക് വാങ്ങുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബം ചിന്ന ഭിന്നമാവും. ഞാനൊക്കെ മരിക്കുകയാണ്, മയല് വിട്ടിട്ടുള്ള പരിപാടിയില്ല, കുടുംബം വിട്ടിട്ടുള്ള പരിപാടിയില്ല. തൊള്ളോണ്ട് പറയല്ല, കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഏതായാലും വയസ്സായി, പ്രായമായി, വയസ്സുകൊണ്ട് വെക്കാമെങ്കിൽ നമ്മളൊക്കെ മരിക്കാനായിരിക്കും. അല്ലാഹു തആല ദീർഘായുസ്സ് നീട്ടിത്തരട്ടെ. അപ്പം യുവാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഓരോരുത്തരും മരിച്ചു പോകുമ്പോൾ ആ സ്ഥാനത്ത് വേറെ ആര് കയറി നിന്നിട്ട് നമ്മളെ മഹല്ല് ഭദ്രമാക്കണം. അത് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉപ്പൻ്റെ ഉമ്മൻ്റെ ഒക്കെ ഒരുത്തക്കൂടെ പറ്റും. നമ്മളൊക്കെ ഇപ്പം ഉമ്മമാരെ സ്ഥിതി നിങ്ങൾക്ക് അറിയാം. ഇവിടെ 2 വീടേ ഉണ്ടായി, മിസ്കിമാരും യാത്രക്കാരും വരുന്നത്. ഒന്ന് പുല്ലണ്ടിയിലും ഒന്ന് ഇവിടെ തെങ്ങുതോട്ടത്തിൽ വീടുണ്ട്. അപ്പോൾ ഇവിടെയിൽ അപ്പോൾ ഈ ഉമ്മമാരൊക്കെ അതാത് നേരത്തെ അന്നന്ന് കഞ്ഞി നെല്ലുത്തല അരി ഉണ്ടാക്കാൻ. അപ്പോൾ ആ കഞ്ഞി ചോറ് വെച്ചാൽ ഹൈറ്റൊക്കെ ഇട്ടത് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം മാത്രം, ബാക്കിയൊക്കെ ആൾക്കാർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമാണ് നമ്മളെ മഹല്ലെന്ന് പറഞ്ഞാൽ. ഭദ്രമാവുകയും വേണം. എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ ആരോടും ഒരു എതിർപ്പോ ഇതൊന്നും ഉണ്ടായിട്ട് പറയല്ല. പിന്നെ നമ്മളെ കുടുംബം പരന്ന കുടുംബമാണ്. എനിക്കറിയാം, അരിക്കോട് നിന്ന് നമ്മളെ കാക്ക വരുന്നത് അമ്മത് കാക്ക എന്നാണ് പറയുക. ഒരു സാലിങ്ങനെ തോളിലിടും, ഒരു കരയുണ്ടാവും. മൂപ്പര് വന്നാൽ പുല്ലണ്ടിയിൽ ആദ്യം പോകും വലിയ മുത്താപ്പിൻ്റെ അടുത്ത്. പിന്നെ ഞങ്ങളവിടെ പുരണ്ടാക്കി പിലാശ്ശേരി പോലെ അവിടെ വരും. അവിടെ ഈ 2-3 വീട്ടിൽ തോന്നിയും മൂപ്പര് കൂടുക. ഇവിടെയൊക്കെ വരില്ല വന്ന് വർത്താൻ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി ഉറക്കുണ്ടാവില്ല. അങ്ങനെ ആഴ്ചയിൽ 1 മാസം കൂടുമ്പോൾ മൂപ്പര് വരും. കുടുംബം വരും പുലർത്തലുണ്ടായിരുന്നു. ചിലർക്കൊന്നും ആ കുടുംബം ഓർമ്മല്ല. ഞാൻ
കണ്ടിയിലാതാക്കുന്ന കൂടെ കുറേ പേരൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതിനിളയവരൊക്കെ എല്ലാവരും ഞാൻ അറിയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് കുടുംബം എന്ന് പുലർത്തി പറഞ്ഞൊരു വല്ലാത്തൊരു നിയമത്താണ്. ഇപ്പം പറഞ്ഞ് നമ്മളെ കൂട്ടത്തിലൊക്കെ എല്ലാവരും പൈസക്കാരൊന്നുമല്ലല്ലോ. ഇപ്പോൾ പൈസക്കാരൊക്കെ ധനാഢ്യന്മാരൊക്കെ പിന്നെ മിസ്കിമാരാണ്, മിസ്കുമാരൊക്കെ പൈസക്കാരാണ്. പൈസ ഒന്ന് വരുന്ന ആൾ പോകും. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട ആൾക്കാർമാർക്ക് എല്ലാറ്റിലും ഉണ്ടാവും കൈ പോർന്നൊരു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഹുസൈൻ കുട്ടീൻ്റെ കല്യാണം ഉണ്ട്. ആ പാവാണ്, അവൻ കാലിനൊരു പരിക്കറ്റ് കിടക്കുകയാണ്. അടുത്ത 26-ാം തീയതിയാണ് അവൻ്റെ കല്യാണം. വലിയൊരു എല്ലാവരും ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഉള്ളവരൊക്കെ നമ്മളെ വീട്ടിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം ശ്രദ്ധിക്കണം. അല്ല നമ്മൾ പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും. ഞാൻ നിങ്ങളൊക്കെ പറയാനുള്ളത്, നമ്മളൊക്കെ ഏതായാലും നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പെങ്ങന്മാരോടൊക്കെ ഞാനൊക്കെ തല്ലൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യും പറയുകയൊക്കെ ചെയ്തു. എനിക്ക് 17 വയസ്സൊക്കെയായി. ഞാൻ എൻ്റെ പെങ്ങന്മാരൊക്കെ എല്ലാവരെയും അറിയും. ഞങ്ങളൊക്കെ ഒരു വീട്ടിലുണ്ടായിരുന്നത് ഒരു വീട് പോലെയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടണം, പ്രത്യേകം ദ്വാരക്കണം. പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മരിച്ചുപോയ ഉപ്പമാർ, ഉമ്മമാർ, നമ്മളെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും കാര്യത്തിൽ പ്രത്യേകം ദ്വാരിച്ചനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.